നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഏറ്റവും കൂടുതൽ ജനങ്ങളെ മണ്ടരാക്കാൻ ഏറ്റവും കൂടുതൽ പറ്റുന്നത് മതങ്ങൾക്കാണ്. വിശ്വാസങ്ങളിലൂടെയാണ് ജനങ്ങളെ പൊട്ടരാക്കുന്നത്. വിശ്വാസമാണ് നിങ്ങളെ മന്ദബുദ്ധികളാക്കി മാറ്റുന്നത്. യേശുക്രിസ്തു ഒരിക്കലും നിങ്ങളെ കളിപ്പിച്ചിട്ടില്ല. യേശുക്രിസ്തു ജെന്യുവിനായ കാര്യങ്ങളെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. എന്നാൽ മനുഷ്യരാണ് പൊട്ടന്മാരാക്കി നിങ്ങളെ മാറ്റിയത്. നിങ്ങൾ വിവേകമില്ലാത്ത ആൾക്കാരായി മാറി. ഇവിടെ വാസ്കോ ഡി ഗാമ വന്നപ്പോൾ, വാസ്കോ ഡി ഗാമ വന്നിറങ്ങി കോഴിക്കോട് വന്നിറങ്ങിയപ്പോൾ അവിടെ കാളി ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ തന്നെ വാസ്കോ ഡി ഗാമ കമന്നങ്ങ് വീണു, മെഴുതിരിയും കത്തിച്ചു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കന്യാമറിയാണെന്ന് വിചാരിച്ചു. അത് ഞാനെന്നാ പറഞ്ഞു വരുന്നത്, മതം നിങ്ങളെ മണ്ടരാക്കും. ദേ കണ്ടില്ലയോ, കൃപാസന പേപ്പർ എടുത്ത് അണ്ണാക്കിലിട്ടാൽ ഉദരരോഗം മാറും. അവസാനം പോലീസ് കേസാവുന്ന കണ്ടപ്പോൾ പത്രത്തിൽ അടിച്ചിറക്കി, ഇത് അണ്ണാക്കിലിടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. മതം നിങ്ങളെ പൊട്ടരാക്കും, മതം നിങ്ങളെ മണ്ടരാക്കും. പ്രത്യേകിച്ച് വിഗ്രഹ ആരാധകർ നിങ്ങളെ പൊട്ടരാക്കുന്നത് മതങ്ങളാണ്. എന്നാൽ യേശു ഒരിക്കലും നിങ്ങളെ പൊട്ടരാക്കിയിട്ടില്ല. ഞാൻ പഠിച്ച യേശു ക്രിസ്തു ആത്മാവായ ദൈവത്തെ ആരാധിക്കാനാണ് പഠിപ്പിച്ചത്. പറഞ്ഞു മനസ്സിലായി? ആത്മാവിൽ ആരാധിക്കുക, ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. നീ അത് സൗജന്യമായി കിട്ടിയതാണ് നിനക്ക് തരുന്ന കൃപകളെല്ലാം. ഇവന്മാരൊക്കെ വന്നാൽ നിങ്ങളെ ഇന്ന് പൊട്ടരാക്കി മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ അടിമത്തത്തിൽ നിന്ന്, ഈ പൊട്ടത്തരങ്ങളിൽ നിന്ന് ശരിയായ വിശ്വാസത്തിലേക്ക് വരാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇങ്ങനെയുള്ള ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ശരിയായ വിശ്വാസത്തിലേക്ക് വരാൻ ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുവാണ്. നിങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവമുണ്ട്, അത് കർത്താവായ യേശുവാണ്. സ്തോത്ര, ഹല്ലേലൂയ. ഈ യേശു എന്തിനു വേണ്ടി ജനിച്ചു, എന്തിനു വേണ്ടി മരിച്ചു, എന്തിനു വേണ്ടി പീഡനമേറ്റു, എന്തിനു വേണ്ടി അടക്കപ്പെട്ടു, എന്തിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റു, എന്തിനു വേണ്ടി സ്വർഗാരോഹണം ചെയ്തു? ഈ ചോദ്യത്തിന് നിനക്ക് ഉത്തരമുണ്ടെങ്കിൽ നിൻ്റെ പേരാണ് ക്രിസ്ത്യാനി.